നമസ്കാരം. നാഷണൽ ലീഗ് സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു വാർത്താ സമ്മേളനം നടത്താനിടയായ ഒരു സാഹചര്യം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുനമ്പം വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന വസ്തുതാവിരുദ്ധമായ പ്രസ്താവനകളും RSS പോലെയുള്ള ഒരു ചെറിയ വിഭാഗം ക്രിസ്തീയ തീവ്രവാദ വിഭാഗമായ കാസ ഉൾപ്പെടെയുള്ള ആക്രമണോത്സുക സംഘങ്ങൾക്ക് പിന്തുണ നൽകുന്ന വിധത്തിൽ ഉള്ള പ്രസ്താവനകളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വാർത്താമാധ്യമങ്ങളോട് പങ്കുവെക്കുന്നതിനും പൊതുസമൂഹത്തെ അറിയിക്കുന്നതിനും വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നത്. മുനമ്പത്ത് വലിയ വിവാദം നിലനിൽക്കുകയാണല്ലോ. ഈ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ്ട് ഒരു മാസം മുമ്പ് ഒരു മാധ്യമത്തോട് ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അന്ന് തന്നെ ശ്രീ VD സതീശൻ വഖഫ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ പ്രസ്താവനയെക്കുറിച്ചും പരാമർശിക്കപ്പെടുകയുണ്ടായി. അതിൻ്റെ വസ്തുതകളിലേക്ക് അന്വേഷിച്ച് ചെന്നപ്പോൾ മനസ്സിലായത് മുനമ്പത്ത് ചുരുക്കം ചില പ്രദേശവാസികളായ മത്സ്യത്തൊഴിലാളികൾ വർഷങ്ങളായി അവിടെ അവരുടേതല്ലാത്ത ഭൂമിയിലാണെങ്കിൽ പോലും ജീവിച്ചു വരുന്നുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം നിലവിലുണ്ട്. അവരെ കുടിയൊഴിപ്പിക്കുക എന്നത് മനുഷ്യത്വ വിരുദ്ധമായ കാര്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇവരെ മുൻനിർത്തി ഇവരെ പരിചയാക്കിക്കൊണ്ട് VD സതീശനും മുസ്ലിം ലീഗിലെ ചില നേതാക്കളും ഉൾപ്പെടെ അവിടെ പ്രവർത്തിക്കുന്ന നിരവധിയായ വൻകിട സ്ഥാപനങ്ങൾ, റിസോർട്ട് ഉൾപ്പെടെ ബാർ ഉൾപ്പെടെയുള്ള വൻകിട സ്ഥാപനങ്ങൾക്ക് വേണ്ടി കൊട്ടേഷൻ പണി ഏറ്റെടുത്തിരിക്കുകയാണ് ശ്രീ VD സതീശൻ എന്നതാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഇത് പറയാൻ കാരണം അവിടുത്തെ മുഴുവൻ യാഥാർത്ഥ്യങ്ങളെയും പരിശോധിച്ച് നോക്കിയാൽ വഖഫാണ് എന്നതിന് പതിറ്റാണ്ടുകളായി വന്നിട്ടുള്ള കോടതി വിധികൾ, ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ, എല്ലാ കാര്യങ്ങളും ഇത് വഖഫാണ് എന്ന് തെളിയിക്കുന്നതാണ്. എന്നാൽ പാർലമെൻറ്റിൽ വന്നിട്ടുള്ള പുതിയ വഖഫ് ബില്ലിൻ്റെ അടിസ്ഥാനത്തിൽ BJPയും സംഘപരിവാർ സംഘങ്ങളും ഏറ്റെടുത്തിട്ടുള്ള പുതിയ പ്രചാരണത്തിൽ അവർക്ക് അനുഗുണമാകുന്ന നിലപാടാണ് VD സതീശൻ എടുത്തിരിക്കുന്നത്. ഇതെന്തുകൊണ്ട് എന്ന് പരിശോധിച്ചപ്പോഴാണ് ഈ വഖഫ് ഭൂമിയിൽ നിലയുറപ്പിച്ചിട്ടുള്ള ബാർ മുതലാളിമാരുടെയും അവരുടെ സ്ഥാപനങ്ങളുടെയും റിസോർട്ട് മുതലാളിമാരുടെയും അവരുടെ സ്ഥാപനങ്ങളുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് VD സതീശൻ BJPക്ക് അനുകൂലമായി പോലും ഇത്തരമൊരു നിലപാടിലേക്ക് പോയത് എന്നതാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം വ്യവഹാരങ്ങൾ നടന്നിട്ടുണ്ട്. ആ വ്യവഹാരങ്ങളിലെല്ലാം അന്തിമമായി കോടതി പറഞ്ഞിട്ടുള്ള വിധി പ്രസ്തുത ഭൂമി വഖഫാണ് എന്ന് തന്നെയാണ്. എടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിലെ 1950 രജിസ്റ്റർ ചെയ്തിട്ടുള്ള 404.7 ഏക്കർ വഖഫാധാരമായാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് വഖഫാണ്. 12/7/1971 നോർത്ത് പറവൂർ സബ് കോടതി 53/1967 എന്ന നമ്പറിൻ്റെ കേസിലെ വിധിയിലും ഇത് വഖഫാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വിധി കേരള ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ 1971 ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ അത് വഖഫാണ് എന്ന് കോടതി പറഞ്ഞു. 75 ആ കോടതിയുടെ അന്തിമ വിധിയും ഹൈക്കോടതിയുടെ അന്തിമ വിധിയും നിലവിൽ വന്നു. 2019 ഇതുമായി ബന്ധപ്പെട്ട ഈ ഭൂമിയുടെ കരം സ്വീകരിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചപ്പോൾ അതിനെതിരായി കേരള ഹൈക്കോടതി
സ്വീകരിക്കാൻ പാടില്ല, ഇത് വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സ്റ്റേ ഉത്തരവ് നൽകുകയും ഉണ്ടായി. 2023 ജനുവരി 19 കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയും പ്രസ്തുത ഭൂമി വഖഫാണ് എന്നാണ്. ഇതിനൊക്കെ പുറമെ കേരള നിയമസഭയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രേഖ ഇപ്പോൾ നമുക്ക് കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, 1960 നവംബർ മാസത്തിൽ മുനമ്പം പ്രദേശത്ത് ചില അസ്വാരസ്യങ്ങളുണ്ടായി. ഫാറൂഖ് കോളേജുമായി ബന്ധപ്പെട്ടാണ് ആ അസ്വാരസ്യങ്ങൾ ഉണ്ടായത്. ഫാറൂഖ് കോളേജിൻ്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ മറ്റാരൊക്കെയോ കയ്യേറ്റം ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടം സന്ദർശിച്ച ഫാറൂഖ് കോളേജിൻ്റെ കമ്മിറ്റി അംഗങ്ങൾക്കെതിരായി പ്രദേശവാസികളായ ചില അസ്വസ്ഥതകൾ ഉണ്ടാക്കിയപ്പോൾ പോലീസ് ഇടപെടുകയും അവരോട് ഇത് ഫാറൂഖ് കോളേജിന് അവകാശപ്പെട്ട വഖഫ് ഭൂമിയാണ്, അതുകൊണ്ട് അങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല എന്ന് പോലീസ് ആവശ്യപ്പെടുകയും ചെയ്തു. അവിടെ ചില കുഴപ്പങ്ങളുണ്ടായപ്പോൾ പോലീസ് ആക്ഷൻ എടുത്തു. ആ പോലീസ് ആക്ഷൻ കേരള നിയമസഭയിൽ ആക്ഷനെതിരായിട്ട് ഒരടിയന്തര പ്രമേയം അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. ഈ അടിയന്തര പ്രമേയത്തിൻ്റെ അനുമതി നിഷേധിച്ചുകൊണ്ട് അന്നത്തെ പട്ടം താണുപ്പുള്ള മുഖ്യമന്ത്രിയായ മന്ത്രിസഭയിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ പി ടി ചാക്കോ കോൺഗ്രസ് നേതാവായിരുന്നു. ശ്രീ വി ഡി സതീശന്റെ പഴയകാലത്തെ നേതൃത്വത്തിലുണ്ടായിരുന്ന നേതാവായിരുന്നയാളാണ്. തുടർന്ന് അദ്ദേഹം ചില കോൺഗ്രസിലെ അഭിപ്രായ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരള കോൺഗ്രസ് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വർഷങ്ങൾക്ക് ശേഷമാണ്. പി ടി ചാക്കോ കോൺഗ്രസ് നേതാവും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായിരുന്ന കാലത്ത് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചുകൊണ്ട് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു രേഖ കേരള ഗസറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു 1961 മാർച്ച് മാസം 3 ഈ ഗസറ്റിനകത്ത് കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. കോടതിയുടെ തീരുമാനം ഫാറൂഖ് കോളേജിന്റെ കൈവശമാണ് ഈ സ്ഥലം ഇരിക്കുന്നത് എന്നാണ്. ഗവൺമെന്റിന്റെ തീരുമാനവും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഇരിക്കെ ഈ ചെറ കെട്ടുന്നതും അതിനെ തടയുന്നതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ അനുവദനീയമല്ല. പോലീസ് ഇക്കാര്യത്തിൽ നടപടിയെടുക്കുക തന്നെ ചെയ്യും. അന്ന് ഒരു ലോയർ അവിടെ അതിക്രമിച്ച് കയറിയ ആളുകളോടൊപ്പം ഉണ്ടായിരുന്നു. കോടതി നടപടികൾ അറിയാത്ത, നിയമം അറിയാത്തയാളല്ലല്ലോ വക്കീലാണെങ്കിൽ പോലും സർക്കാരും പോലീസും അദ്ദേഹത്തെ അവിടെ കയറാൻ അനുവദിക്കില്ല. ഇതാണെന്ന് പി ടി ചാക്കോ നിയമസഭയിൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ അടിയന്തര പ്രമേയം അനുവദിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് അവസാനിപ്പിക്കുകയാണ്. പി ടി ചാക്കോ കോൺഗ്രസിന്റെ നേതാവായിരുന്നു, സമുന്നതനായ നേതാവായിരുന്നു. വി ഡി സതീശൻ പി ടി ചാക്കോയെ അംഗീകരിക്കാത്ത സാഹചര്യം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പഴയകാല കോൺഗ്രസിന്റെ ആഭ്യന്തര മന്ത്രിയെ അദ്ദേഹം തള്ളിക്കളയും എന്നും ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിലപാട് മാറ്റം എന്ന പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അവിടുത്തെ ബാർ മാഫിയയുടെയും റിസോർട്ട് മാഫിയയുടെയും താല്പര്യമാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് അദ്ദേഹം പറയുന്ന ന്യായം അവിടെ താമസിക്കുന്ന ആളുകൾ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ് എന്നാണ്. എന്നാൽ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് അവിടെ താമസിക്കുന്നത് എന്നതും അവശേഷിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങളും സംവിധാനങ്ങളും ഇത്തരത്തിൽ വൻകിട മാഫിയയുടെ നിയന്ത്രണത്തിലാണ് എന്നതും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ബാറുകളിൽ ഒന്ന് ഹെയ്നേക്കൻ എന്നോ മറ്റോ ആണ് ഇതിൻ്റെ പേര്. പ്രൊനൗൺസിയേഷൻ കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാവണില്ല, ഞാൻ മനസ്സിലാക്കിയിടത്തോളം പറയുന്നു. ഇതൊരു ബാറാണ്. ആ വഖഫ് ഭൂമിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് ഇത് വലിയ വൻകിട കെട്ടിട സമുച്ചയമാണ് വഖഫ് ഭൂമിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മത്സ്യത്തൊഴിലാളികളാണോ ഇതിനകത്ത് താമസിക്കുന്നത് എന്ന് പരിശോധിക്കണം നിങ്ങളൊക്കെ. വലിയ മറ്റൊരു താമസ സമുച്ചയമാണ്, കെട്ടിട സമുച്ചയമാണ്, ഹോട്ടൽ സമുച്ചയമാണ് ഈ കാണുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട മറ്റൊരു സ്ഥാപനമാണ് പ്രകൃതി .ലൈഫ് എന്ന് പറയുന്ന ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്നയാൾ നടത്തുന്ന ഒരു ഉഴിച്ചിലും പിഴിച്ചിലും അതുപോലെ തന്നെ സുഖ ചികിത്സയും ഒക്കെയായി ബന്ധപ്പെട്ട വൻകിട സ്ഥാപനം.
മറ്റൊരു ബാർ സീ ലഗൂൺ എന്ന് പറയുന്ന ബാർ, സീ ലഗൂൺ. ഇത് ഈ റിസോർട്ടാണ്, ഒപ്പം ബാറുണ്ട്, പ്രവർത്തിക്കുന്നത് വഖഫിന്റെ ഭൂമിയിലാണ്. ഇവർക്കൊക്കെ വേണ്ടിയാണ് വി ഡി സതീശൻ പ്രവർത്തിക്കുന്നത് എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മാളിയേക്കൽ ഹെറിറ്റൻസ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൻ്റെ ചിത്രം നിങ്ങൾ കാണുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ സ്ഥാപനത്തിനൊരു പ്രാധാന്യം കൂടിയുണ്ട്. അഡ്വക്കേറ്റ് MV പോൾ എന്ന് പറയുന്ന ഒരു വക്കീൽ KPCC സെക്രട്ടറി ആയിരുന്നയാളാണത്രേ. അദ്ദേഹമാണ് ഈ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഭൂമി രജിസ്റ്റർ ചെയ്തു കൊടുത്തത് എന്നതാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അഡ്വക്കേറ്റ് MV പോളിൻ്റെ സ്ഥാപനമാണ് ഈ മാളിയേക്കൽ ഹെറിറ്റേജ് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി. അഡ്വക്കേറ്റ് MV പോളിൻ്റേതാണ്. അദ്ദേഹത്തിൻ്റെ മക്കളാണിപ്പോൾ നടത്തിപ്പുകാർ. ഇതുകൂടാതെ 12ഓളം സ്ഥാപനങ്ങൾ അഡ്വക്കേറ്റ് MV പോൾ അദ്ദേഹത്തിൻ്റെയും കുടുംബാംഗങ്ങളുടെയും ഉടമസ്ഥതയിലുള്ളതായി അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ കോവിഡ് കാലത്ത് മരിച്ചുപോയി. MV പോളിന് ഇത് രജിസ്റ്റർ ചെയ്തു കൊടുക്കാനുള്ള അധികാരവും അവകാശവും എങ്ങനെ കൈവന്നു എന്നത് പരമപ്രധാനമാണ്. ഇത് പരിശോധിക്കുമ്പോഴാണ് ഫാറൂഖ് കോളേജിൻ്റെ കമ്മിറ്റി ഈ കേസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിലും പറവൂർ കോടതിയിലുമെല്ലാം കേസ് നടത്തുന്നതും തുടർ നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഡ്വക്കേറ്റ് MV പോളിനെ ചുമതലപ്പെടുത്തുകയും അദ്ദേഹത്തിന് ഒരു പവർ ഓഫ് അറ്റോർണി കൊടുക്കുകയും ചെയ്യുന്നു. ആ പവർ ഓഫ് അറ്റോർണിയുടെ ബലത്തിൽ കൃത്രിമമായി രേഖകളുണ്ടാക്കി ആ രേഖകളിൽ രജിസ്റ്റർ ഓഫീസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അഡ്വക്കേറ്റ് MV പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കുമായി ഈ 404 ഏക്കർ ഭൂമി മുറിച്ചു കൊടുത്തു എന്നതാണ് യാഥാർത്ഥ്യം. ആ മുറിച്ചു കൊടുത്ത ഭൂമിയിലാണ് ഈ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നിലനിൽക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ കാണിക്കാത്ത വൻകിട സ്ഥാപനങ്ങൾ വേറെയുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3 ഒന്ന് ക്ലബ്ബ് മഹീന്ദ്ര, 2 ബ്ലൂ വാട്ടർ ഹെറിറ്റേജ് എന്ന് പറയുന്ന സ്ഥാപനം, സ്പ്രിങ്കിൾ എന്ന് പറയുന്ന മറ്റൊരു സ്ഥാപനം. ഇത് 3 അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വലിയ നിലവാരമുള്ള സ്ഥാപനങ്ങളാണ്, പഞ്ചനക്ഷത്ര റിസോർട്ടുകളാണ്. ക്ലബ് മഹീന്ദ്രയിലൊക്കെ താമസിച്ച ആളുകളൊക്കെ പലരും നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടാവും. പല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവർക്ക് റിസോർട്ടുകളുണ്ട്. അതിലൊന്ന് ഈ പറയുന്ന 400 ഏക്കർ വഖഫ് ഭൂമിയിലാണ്. PT ചാക്കോയുടെ നിലപാടും കോൺഗ്രസിൻ്റെ നിലപാടും ഇതായിരിക്കെ എന്തുകൊണ്ടാണ് VD സതീശനും മുസ്ലിം ലീഗിലെ ചില ആളുകളും ഇങ്ങനെ ഒരു നിലപാടിലേക്ക് പോയത് എന്ന് ഈ ചിത്രങ്ങൾ കാണിച്ചതോടുകൂടി യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കൂടി വ്യക്തമായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. 1960 PT ചാക്കോ ഇക്കാര്യത്തിലെടുത്ത നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള നിയമസഭയിലുണ്ടായ ചർച്ചയ്ക്കിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം CH മുഹമ്മദ് കോയ സാഹിബിനോട് അന്നത്തെ സ്പീക്കറായിരുന്ന ജനാബ് KM സീതി സാഹിബ്, മുസ്ലിം ലീഗിൻ്റെ നേതാവ്, CH മുഹമ്മദ് കോയ സാഹിബിനോട് പറഞ്ഞു, CH താങ്കൾ PSPയുടെ മന്ത്രിമാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ വഖഫ് ഭൂമി കയ്യേറ്റം ചെയ്യാൻ പാടില്ല എന്ന നിലയിലുള്ള ഒരു തീരുമാനം അവരെ കൊണ്ട് എടുപ്പിക്കണം. അത് ഫാറൂഖ് കോളേജിൻ്റെ ഭൂമിയാണ്, അത് അന്യാധീനപ്പെട്ടു പോകാൻ പാടില്ല. ഇതായിരുന്നു CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാട്. CH അത് ഫാറൂഖ് കോളേജിൻ്റെ 40ാം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് പ്രസിദ്ധീകരിച്ച മാഗസിനിൽ കൃത്യമായി പറയുന്നുണ്ട്. അത് CH പറയുന്നത് KM സീതി സാഹിബ് അവസാനമായി എന്നോട് പറഞ്ഞ വാചകം, മുനമ്പത്തെ ഭൂമി ഫാറൂഖ് കോളേജിന് അവകാശപ്പെട്ട വഖഫ് ഭൂമിയാണ്, അത് കയ്യേറിയവർക്കെതിരായി നിലപാടെടുക്കാൻ PSPയുടെ മന്ത്രിമാരെ താങ്കൾ കണ്ട് സംസാരിക്കണം. അങ്ങനെ പറയാനൊരു കാരണമുണ്ടായിരുന്നു. അന്നത്തെ റവന്യൂ മന്ത്രിയായിരുന്ന ശ്രീ K ചന്ദ്രശേഖരൻ ഇക്കാര്യത്തിൽ ഒരഴകുഴമ്പൻ നിലപാടെടുക്കുന്നു എന്ന ആശങ്കയും ഉണ്ടായി. ആ ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് സീതി സാഹിബ് ഇങ്ങനെ പറഞ്ഞത്. അത് ഇക്കാര്യത്തിൽ ഈ രേഖയിൽ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. രേഖയിൽ സൂചിപ്പിക്കുന്നത് അന്നത്തെ MLA ആയിരുന്ന ശ്രീ CG ജനാർദ്ദനൻ
നിയമസഭയിൽ പറയുകയാണ്, ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ഇതിൻ്റെ പിന്നിലുണ്ടെന്നാണ് ഞങ്ങളുടെ അറിവ്. അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ വല്ലതും പറയാനുണ്ടോ? അറിഞ്ഞാൽ കൊള്ളാം. ഇതാണ് അദ്ദേഹത്തിൻ്റെ വാചകം. അന്ന് റവന്യൂ മന്ത്രിയായിരുന്ന ശ്രീ കെ ചന്ദ്രശേഖരൻ, ആഭ്യന്തരമന്ത്രി പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുകയാണ്, അതിൽ കൂടുതലായി ഒന്നും പറയാനില്ല, അദ്ദേഹവും പറഞ്ഞു. അപ്പോൾ PSP നേതാക്കളുമായി ബന്ധപ്പെടണം എന്ന് പറഞ്ഞത് ശ്രീ കെ ചന്ദ്രശേഖരൻ്റെ നിലപാടുമായി ബന്ധപ്പെടുത്തിയാണ്. CH മുഹമ്മദ് കോയ സാഹിബും KM സീതി സാഹിബും ഉൾപ്പെടെയുള്ള ആളുകൾ നിയമസഭയിൽ എടുത്ത നിലപാടിന് വിരുദ്ധമായി മുസ്ലിം ലീഗ് എന്തുകൊണ്ട് നിലപാടെടുക്കുന്നു എന്ന ചോദ്യമാണ് പരമപ്രധാനമായി വന്നിട്ടുള്ളത്. അവിടെ ഞങ്ങൾക്ക് ഉള്ള സംശയം, ഈ പറയുന്ന VD സതീശനെ പിന്തുണയ്ക്കുകയും VD സതീശനെ ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന കക്ഷികളുണ്ടല്ലോ, ആ കക്ഷികൾ മുസ്ലിം ലീഗിലെ ചില നേതാക്കളെയും സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ന്യായമായും ഞങ്ങളത് സംശയിക്കുന്നു. അക്കാര്യത്തിൽ സാമുദായിക താല്പര്യമോ വഖഫ് താല്പര്യമോ അല്ല ലീഗിനുള്ളത് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് ഇക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഞങ്ങൾക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, അവിടെ ഈ വഖഫ് ഭൂമിയിൽ ഇത്തരം കച്ചവട സ്ഥാപനങ്ങൾ കൂടാതെ ധാരാളക്കണക്കിന് മറ്റ് സ്ഥാപനങ്ങളുമുണ്ട്. ആ സ്ഥാപനങ്ങളുടെ എല്ലാം ഉടമസ്ഥാവകാശത്തെ പരിശോധിക്കുകയും അതിൻ്റെ നിലനിൽപ്പിനെ പരിശോധിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് ഈ കാര്യത്തിൽ അന്തിമമായി തീരുമാനമെടുക്കേണ്ടതുണ്ട്. 2 ക്രിസ്ത്യൻ ചർച്ചുകളും ഒരു ക്ഷേത്രവും അതിനകത്തുണ്ട്. ഈ ക്രിസ്ത്യൻ ചർച്ചുകളും ക്ഷേത്രവും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ വില കൊടുത്തു വാങ്ങിയ ഭൂമിയിലാണ് നിർമ്മിച്ചിട്ടുള്ളതെങ്കിൽ അതിൻ്റെ കാര്യം അവർ ആധാരം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് പൊതുസമൂഹത്തെ അറിയിക്കുകയും അക്കാര്യത്തിൽ അന്തിമമായി തീരുമാനമെടുക്കുകയും വേണം. മറ്റ് സ്ഥാപനങ്ങളെല്ലാം വഖഫ് ഭൂമിയിലാണ് എന്നതുകൊണ്ട് വഖഫ് നിയമപ്രകാരം അക്കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുക്കണം. പതിറ്റാണ്ടുകളായി അവിടെ താമസിച്ചു വരുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുണ്ടല്ലോ, അവരെ കുടിയിറക്കണം എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. അവർക്ക് സുരക്ഷിതത്വം ഒരുക്കേണ്ടത് സമൂഹത്തിൻ്റെയും സർക്കാരിൻ്റെയും ബാധ്യതയാണ്. അത് അവർ നിർവഹിക്കുകയും വേണം. ഇത്രയും കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഫറൂഖ് കോളേജിന് വഖഫ് ചെയ്തു കൊടുത്തതാണ് എന്ന കൃത്യമായ രേഖ, വഖഫ് ആധാരം ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് പരിശോധിക്കാം, ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട്. KNMന്റെ ആളുകൾ പറയുന്നതല്ലല്ലോ വഖഫിന്റെ രേഖ. വഖഫിന്റെ രേഖയ്ക്കകത്ത് അത് കൃത്യമായി വഖഫ് ചെയ്ത് കിട്ടിയതാണ് എന്ന് പറയുന്നുണ്ട്. ആ വഖഫാധാരുണ്ട്. ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് മുൻ വഖഫ് ബോർഡ് ചെയർമാനും മഹാപണ്ഡിതനുമായിരുന്ന ഫസൽ പൂക്കോയ തങ്ങളുടെ മകൻ സെയ്ദ് സാലിഹ് ശിഹാബ് തങ്ങൾ, നാഷണൽ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, കോഴിക്കോട് ജില്ലാ നാഷണൽ ലീഗ് പ്രസിഡന്റ് ഷർമദ് ഖാൻ, വൈസ് പ്രസിഡന്റ് മെഹബൂബ് കുറ്റിക്കാട്ടൂർ, NK അബ്ദുൽ അസീസ് എന്ന ഞാൻ.